ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? ആ വീഡിയോയുടെ മുമ്പിലിടാനുള്ളതാണിത്. അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ ഇപ്പോൾ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് തൊട്ടടുത്ത് തന്നെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പോൾ കഴിഞ്ഞ 20-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. 20-നായിരുന്നു കേട്ടോ ബർത്ത്ഡേ. അപ്പോൾ ഞാനും നന്ദും കുഞ്ചൂസും കൂടി വളരെ ചെറിയ രീതിയിൽ ആഘോഷിച്ചു അത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ വീഡിയോ എന്തെങ്കിലും കാണിക്കണല്ലോ, വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വീണ്ടും എടുത്തു വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുക്കും. പിന്നെ അതുമല്ല, ഇന്നലെ ഞാനത് ശരിക്കും പറഞ്ഞാൽ എഡിറ്റ് ചെയ്തിടാൻ വിചാരിച്ചതാണ്. ഉറങ്ങിപ്പോയിട്ട് നന്ദു എനിക്കൊക്കെ സെറ്റ് ചെയ്ത് തന്നു. ഞാനതിന് വോയിസ് കൊടുത്താൽ മാത്രം മതി അല്ലേ? അപ്പം എനിക്കെപ്പോഴുള്ള പണിയാണ്. ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഇവരെടുത്ത് പോയി കട്ടണ പോയി കിടക്കും. എന്നിട്ട് ഞാൻ പറയും വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്, ഞാൻ ചെയ്യട്ടെ എന്ന് പറയും. ഇപ്പം തന്നെ അപ്ലോഡ് ചെയ്യാനെന്നൊക്കെ പറഞ്ഞ് ഞാൻ പോയി കിടക്കും. കിടന്നവിടെ ഞാൻ ഉറങ്ങിപ്പോവും. അപ്പോൾ ഇന്നലെയും പറഞ്ഞ് കളിയാക്കി, അമ്മ അതും പറഞ്ഞ് ഉറങ്ങിപ്പോകും അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവം ഞാൻ ഉറങ്ങിപ്പോയി. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. കണ്ടിട്ട് അഭിപ്രായം പറയണം കേട്ടോ. 34 വയസ്സ് പൂർത്തിയായി, 35 തുടങ്ങി എനിക്കിപ്പോൾ. അപ്പോൾ 20-ാം തീയതി ആയിരുന്നു. പിന്നെ അമ്പലത്തിലൊന്നും പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ എന്തായാലും ആ വീഡിയോ ഞാൻ കാണിച്ചു തരാം. കണ്ടിട്ട് അഭിപ്രായം പറയും കേട്ടോ. അപ്പോൾ ബർത്ത്ഡേയുടെ ഒരുക്കങ്ങളൊക്കെ കേട്ടോ. ബർത്ത്ഡേയുടെ പ്രത്യേകിച്ചൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എഴുതിയൊക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? പക്ഷേ ഇപ്രാവശ്യം അതൊന്നുമില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തൊക്കെ എടുക്കുകയാണ്. പിന്നെ ഈ ഒരു 2 ഡയറി മിൽക്ക് പാറു പൈസ അയച്ചെന്നാ കേട്ടോ, 20 രൂപ. പാറുവിൻ്റെ അനിയത്തിയാണ്, പപ്പറിൻ്റെ മൂത്ത ആൾ. അപ്പോൾ അവൾ പെട്ടെന്ന് ഇങ്ങനെ കേട്ടപ്പോൾ അവളെ അക്കൗണ്ടിലുണ്ടായിരുന്ന പൈസ അതാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 20 രൂപയേ ഉള്ളൂ ബാലൻസ്. അതുകൊണ്ട് നീ എന്തെങ്കിലും ഒരു മിഠായി വാങ്ങിയിട്ട് എനിക്ക് അയച്ചു തരണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ 2 മിഠായി വാങ്ങിയതാണ്. ഡയറി മിൽക്ക് 2 വാങ്ങി 10-ൻ്റെ. പിന്നെ ഞാനും നന്ദും കുഞ്ചൂസും അല്ലേ. പിന്നെ ഈ ടോപ്പ് പുതിയതാട്ടോ. ടോപ്പ് അതിന് മാത്രം വിലടൊന്നുമല്ല, 250 രൂപയുടെ ടോപ്പാട്ടോ. അപ്പോൾ ഞാനത് കഴിഞ്ഞ ഞായറാഴ്ച ഞാനും പിള്ളേരും കൂടി പുറത്തൊക്കെ പോയപ്പോൾ ചെറിയൊരു ടോപ്പ് വാങ്ങിയതാണ്. പിന്നെ കേക്ക് ഞാൻ വാങ്ങണ്ടെന്നൊക്കെ വിചാരിച്ചതാണ്. ഞാൻ പീസ് കേക്ക് മേടിക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ പിന്നെന്താണെന്ന് വെച്ചാൽ പിള്ളേർക്ക് കേക്ക് തിന്നണം എന്ന് പറഞ്ഞപ്പോഴേ, പിന്നെ അവർ ഇങ്ങനത്തെ ഒക്കെ അവസരങ്ങളിലല്ലേ കേക്ക് കഴിക്കുകയുള്ളൂ. അതുകൊണ്ട് ചെറിയൊരു കേക്ക് കിട്ടുക. വൈറ്റ് ഫോറസ്റ്റ് അല്ലേ വാങ്ങിയ, വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് വാങ്ങിയത്. പിന്നെ ഭയങ്കര സർപ്രൈസായിട്ട് നന്ദും കുഞ്ചൂസിന് ഗിഫ്റ്റൊക്കെ തന്നു. പിന്നെ മാലയും കമ്മലയുടെ കുഞ്ചൂസ് 2 സ്റ്റഡും ഒരു മാലയാണ് തന്നത്. നന്ദു ഇതുപോലെ ഒരു മാല വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയ ലെറ്റർ ഉണ്ടായിരുന്നു നന്ദുവിൻ്റെ വക. പിന്നെ ഇത് കുഞ്ചൂസ് കടയിൽ ഏൽപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പൈസ. എന്നിട്ട് അത് വാങ്ങാൻ പോയത്. അതിന് എൻ്റെ കയ്യിൽ നിന്ന് കുറേ കുഞ്ചൂസിന്. പിന്നെ ഞാൻ പഠിക്കാൻ പോയത്, എനിക്ക് ഇതിനെ പറ്റിയൊരു ഇതില്ലല്ലോ. അപ്പൊ ഞാൻ കുറേ ചീത്ത പറഞ്ഞു. കുറേ ചീത്ത പറഞ്ഞു വായ വന്നൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞു. സമയം നോക്കി പുറത്തേക്ക് പോയി ഈ ഒരു മിഠായും കൂടി അതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. പൊട്ടിച്ച് കഴിച്ചു. പക്ഷെ രസമുണ്ടായിരുന്നു അല്ലേ? നമ്മൾ 3 മാത്രമായിട്ട് രസമുണ്ടായിരുന്നു. സാധാരണ 3 കൊല്ലമാണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ബർത്ത്ഡേ ആഘോഷിക്കാൻ തുടങ്ങിയിട്ട്. എൻ്റെ ഫസ്റ്റ് 18 വയസ്സിൻ്റെ ഒരു ബർത്ത്ഡേ ആണ് എൻ്റെ വീട്ടിൽ കാര്യമായിട്ട് ആഘോഷിച്ചത്. അത് അമ്മയുടെ ഇതൊക്കെ ആയിരുന്നു. കല്യാണം കഴിഞ്ഞ് 17 വയസ്സിലായിരുന്നു കല്യാണം. അപ്പോൾ കല്യാണം കഴിഞ്ഞ് 18 വയസ്സിൻ്റെ ബർത്ത്ഡേ ഗംഭീരമായിട്ട് ആഘോഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയ്ക്ക് കുറച്ച് നന്ദുവിൻ്റെ വകട്ട് ഗിഫ്റ്റ്. അപ്പോൾ അന്ന് ഇതുപോലെ 18 വയസ്സിൻ്റെ ഒരാളെ വീട്ടിലേക്കൊക്കെ വിളിച്ച് നിർത്തി പാചകം ബിരിയാണിയൊക്കെ ഉണ്ടാക്കിച്ചു. പിന്നെ അതുപോലെ കുറച്ച് ആളുകളൊക്കെ നമ്മൾ വീട്ടിലേക്ക് ക്ഷണിച്ചു. സ്റ്റുഡിയോക്കാരെ വിളിച്ചപ്പോൾ അവർക്ക് അന്ന് എന്തോ ഒരു ഒഴിവുകേടുണ്ടായിരുന്നു. അങ്ങനെ അവർ ക്യാമറ കൊടുത്തു വിട്ടു. സുബിയാണ് അന്ന് എടുത്തത് ഫോട്ടോസൊക്കെ. അതുകൊണ്ട് ക്ലാരിറ്റി ഇല്ലായിരുന്നു കേട്ടോ, ഒരു മങ്ങിച്ചായിരുന്നു ഫോട്ടോ ഒക്കെ, ഒരു മങ്ങിച്ചായിരുന്നു. പക്ഷെ എന്നാലും അതൊരു കാണാനായിട്ടൊരു ആൽബം, ചെറിയൊരു ആൽബമായിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ഒരു 3 വർഷമായിട്ടാണ്
എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കും. അത് പപ്പുടുകാരനാണ്. 2 വർഷം പപ്പുട് കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ വർഷം പിന്നെ ഇല്ല, ഞാനും പിള്ളേരുമാണ്. പക്ഷെ എനിക്ക് ഈ വർഷത്തെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കൂടാ. ഞങ്ങൾ മാത്രമായതാണെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ മാലൊക്കെ ഇവരിപ്പം തന്നെ ഇട്ട് നോക്കാൻ പറഞ്ഞിട്ട് ഞാനത് ഇട്ട് നോക്കണം. 2 ഞാൻ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേഗം വീഡിയോ എടുത്തു. പിന്നെ എനിക്ക് അന്ന് എന്തൊക്കെയോ വലിച്ചു വാരിയൊക്കെ ഇട്ടിട്ടുണ്ട്. അതാണ് തോന്നുന്നു. ആരെ ഡോറടച്ചത്? അതുകൊണ്ട് പിന്നെയാണ് ഡോറടച്ച. ഡോർ ആദ്യം അടയ്ക്കണായിരുന്നു. ഡോർ തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പം നന്ദുവിൻ്റെ മാലയാണ് ആദ്യം ഇട്ടോ കേട്ടോ. പിന്നെ നന്ദു വൈറ്റ് കളറുകളാണ് എടുത്തേക്കുന്നത്. കുഞ്ചൂസ് പിന്നെ ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന പോലെ തന്നെ റോസ് ഗോൾഡ്. ഈ ടോപ്പിന് ഞാൻ വേറെ പാൻറ്റൊന്നും എടുത്തില്ല. ഞാൻ ജീൻസിൻ്റെ പാൻറ് എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ആ പാൻറ്റാണ് ഇപ്പോൾ ഞാൻ ഇട്ടേക്കണത്. പാൻറ്റ് കാണില്ല, കാരണം ഇത് ഫുൾ ലെങ്ത് ഉള്ള ടോപ്പാണ്. ഞാൻ ഹൈറ്റ് കുറവാണല്ലോ, ഞാൻ ഭയങ്കര ഹൈറ്റില്ല. അപ്പോൾ എൻ്റെ ഹൈറ്റിൽ വെച്ച് നോക്കുമ്പോൾ ഇത് ഫുള്ളായിട്ട് ഫ്രോക്ക് ടൈപ്പ് കിടക്കുന്നു കേട്ടോ. എനിക്ക് ശരിക്കും പാൻറ് ഇട്ടാലും കാണില്ല. പക്ഷെ ഞാൻ ഇതിനൊരു ഷോളും ഇതൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ ഇതൊരു ഫ്രോക്ക് ടൈപ്പായിട്ട് യൂസ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മിക്സ്ഡാന്ന് തോന്നുന്നു. കുറച്ച് പോളിസ്റ്റർ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം ചൂടൊക്കെ തോന്നിയിരുന്നു. പിന്നെ ഫാനില്ലാത്തത് കൊണ്ട് മക്കളുടെ റൂമിൽ ഫാൻ ഉണ്ട്. അത് പിന്നെ എവിടെ വേണമെങ്കിലും കൊണ്ടുവച്ച് ഉപയോഗിക്കാം. പക്ഷെ അതല്ലാതെ ഇപ്പോൾ ഞാൻ കിടക്കുന്നിടത്ത് ആയാലും ഭയങ്കര ചൂടാണ്. ഇപ്പോൾ കുറച്ച് നേരം ഒന്ന് മേക്കപ്പൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ ഭയങ്കര ഉഷ്ണമാണ്. അപ്പോൾ ഈ ടോപ്പും കൂടി ഇട്ടപ്പോൾ ഭയങ്കര ചൂടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സമയത്തേക്കാണ് ഞാൻ പുറത്ത് പോയി കുറച്ച് സമയം ഓടാൻ പോയി. എന്നിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു ചെറിയ കേക്ക് വാങ്ങി. അത് പിള്ളേരുള്ളത് കൊണ്ട് വാങ്ങി കേട്ടോ. ഞാൻ പീസ് കേക്ക് മേടിക്കുള്ളൂ എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷെ പിന്നെ മക്കളുള്ളത് കൊണ്ട് നന്ദു വാങ്ങി മാല കറക്റ്റ് അത്രയല്ലേ ഉള്ളൂ. പിന്നെ കൂട്ടിടാനില്ല, ഇത്രയേ ഇറക്കണ്ട. പിന്നെ ഞാൻ ഇങ്ങനത്തെ മാല ഇടുള്ളൂ, കാരണം ഞാൻ എപ്പോഴും ഇടുന്നത് ഷർട്ടും ടീഷർട്ടൊക്കെ അല്ലേ. അപ്പോൾ എനിക്കിത് കുറച്ചും കൂടിയും മാലൊക്കെ കഴുത്തിലിട്ടാൽ കാണണമെങ്കിൽ ലെങ്ത്ത് കുറവുള്ള തന്നെയാണ് വേണ്ടത്. ഇട്ടേക്കണ സ്റ്റഡ് കുഞ്ചൂസിൻ്റെ കേട്ടോ. 2 ഉണ്ടായാലും 1 ഞാൻ ഇട്ട് നോക്കിയിട്ടുള്ളൂ. അന്നത്തെ ദിവസം ഫുള്ള് ഞാൻ അത് തന്നെയാണ് ഇട്ടത്. പിന്നെ മാലൊക്കെ ഇടാൻ സമയം എടുക്കും. അതിൻ്റെ കൊളുത്തൊന്നും വിചാരിച്ച പോലെ പെട്ടെന്ന് അങ്ങോട്ട് ഞാൻ ഉപയോഗിക്കുന്ന അതേപോലെ തന്നെയാണ് കുഞ്ചൂസ് വാങ്ങി തന്നത്. നന്ദു വാങ്ങിയത് മാത്രമേ വ്യത്യാസമുള്ളൂ. പിന്നെ ഈ ഒരു കറുത്ത ലോക്കറ്റിൻ്റെ തൊട്ട് താഴത്തേക്ക് ഒരു ഞാലി പോലെ ഞാൻ സാധാരണ ഇട്ടോണ്ട് സെയിം ലോക്കറ്റ് പിന്നെ ഞങ്ങളെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഈ ഫോട്ടോസൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഫോട്ടോസാണ്. ഞാൻ ഇതപ്പോൾ തന്നെ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്തു. നല്ലതുണ്ട് കാണാൻ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ കേട്ടോ. എന്ന് വെച്ചാൽ ചെറിയൊരു വീഡിയോ ആണ്. ഞങ്ങൾ വേറെ പ്രത്യേകിച്ചൊന്നും വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. പിള്ളേരുടെ ബർത്ത്ഡേ പിറന്നാളെന്നാണ് പറയാൻ വന്നത്. പിള്ളേരുടെ ബർത്ത്ഡേക്ക് ആകുമ്പോഴാണ് ഞാൻ ഫുഡിലൊക്കെ എന്തെങ്കിലും വ്യത്യാസം വരുത്തും. പിന്നെ അതുപോലെ അവർക്ക് ഡ്രസ്സ്, പിന്നെ കേക്ക് അത്യാവശ്യം നല്ലത് എന്തെങ്കിലും ആയിരിക്കും. അതിലിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പിന്നെ കുഞ്ചൂസിന് 2 കേക്ക് മുറിച്ചില്ലേ. അതിൽ ഫസ്റ്റത്തെ ഒരു അവൻ്റെ വൈറ്റ് ഫോറസ്റ്റ് മുറിച്ച് അത് അവൻ്റെ നിർബന്ധമായിരുന്നു, അവൻ ആ കേക്ക് വേണമെന്നുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ ചെയ്തത്. അപ്പോൾ പിള്ളേരുടെ എപ്പോഴും നമ്മൾ നന്നായാക്കുമല്ലോ. ഇതിപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ കേക്ക് മേടിക്കുമ്പോൾ ഞാൻ എന്താ എഴുതേണ്ടത് എനിക്കറിയായിരുന്നു. 2 വർഷമായിട്ട് പപ്പടുള്ള കേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഞാൻ ഹാപ്പി ബർത്ത്ഡേ എന്ന് മാത്രമേ വെറുതെ എഴുതിയുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ പിള്ളേർക്ക് കേക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടും ഇങ്ങനത്തെ അവസരങ്ങളിലൊക്കെയാണല്ലോ നമുക്ക് കേക്ക് തിന്നാൻ കിട്ടുക. പിന്നെ ഞാൻ ഇടയ്ക്ക് ഇതുപോലെ പീസ് കേക്ക് വാങ്ങി കൊടുക്കാറുണ്ട്. 50 രൂപയുടേതും 70 രൂപയുടെതൊക്കെ ആയിട്ട് ഇങ്ങനെ ഇടയിൽ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കേക്ക് വാങ്ങി കൊടുക്കാറുണ്ട്. അപ്പോൾ അതേപോലത്തെ കേക്കാണ് ഞാൻ മേടിക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഇവരോട് ഞാൻ പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞ് ചെറിയൊരു കേക്ക് വേറെ വാങ്ങിയാൽ മതി. പിന്നെ ഞാൻ വിചാരിച്ചു അവർ തിന്നോട്ടെ, നമുക്ക് വേറെ പിന്നെ ഇവിടെ അങ്ങനെ ഞാൻ വേറെ ആർക്കും കൊടുത്തിട്ടൊന്നുമില്ല. കുട്ടികളുടെ ഒക്കെ വരുമ്പോഴാണ് അങ്ങനെ കൊടുക്കുക. അപ്പോൾ ചെറിയൊരു ബർത്ത്ഡേ ആഘോഷമായിരുന്നു. പിന്നെ വേറെ പുറത്തേക്കൊന്നും പോയില്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ അഭിപ്രായം പറയും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാനിത് എത്രയും പെട്ടെന്ന് പോസ്റ്റ് ചെയ്യണമെന്ന് വെച്ചിട്ട് അതുകൊണ്ടാണ് കുറച്ചെങ്കിലും ഉള്ളത് വെച്ചിട്ട് അങ്ങോട്ട് വീഡിയോ എടുത്തിടുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ.